ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി കാടമുട്ട ഫ്രൈ ആണ് കേട്ടോ. നമുക്ക് പൊന്നാനി കർമ്മ റോട്ടിലും അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിലൊക്കെ വളരെ രുചികരമായ കാടമുട്ട ഫ്രൈ നമുക്ക് കഴിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 6-7 ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ ചതച്ചെടുത്തതാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാലൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകും പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ വേണം യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്, മുളക് പൊടി. അതൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി മതി കേട്ടോ. കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്തത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കൊരു സ്പൈസി കാടമുട്ടയായിട്ടാണ് നമുക്കിത് കിട്ടുക. നമ്മൾ എരിവും കൂടി ചെല്ലുമ്പോൾ നല്ല സ്പൈസി ആയിരിക്കും നമ്മുടെ ഈ കാടമുട്ട ഫ്രൈ. തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം പൊടികളുടെ പച്ചമണമെല്ലാം മാറ്റിയെടുക്കാൻ. അതിനനുസരിച്ച് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ കാടമുട്ട 20 കാടമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. പുഴുങ്ങി തോടെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ വരയിട്ട് കൊടുക്കണമെങ്കിൽ വരയിട്ട് കൊടുക്കാം. അപ്പോൾ മസാല എല്ലാം ഉള്ളിലേക്ക് പോയിട്ട് ആ രുചി കൂടി നമുക്ക് കിട്ടും. അതെല്ലാം വരയിടാതെയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. വളരെ രുചികരമായ ഒരു കാടമുട്ട ഫ്രൈ ആണിത്. നമ്മുടെ പൊന്നാനി കർമ്മ റോട്ടിലും നമ്മുടെ കോഴിക്കോട് ബീച്ചിലും പിന്നെ നമ്മുടെ ചാവക്കാട് ബീച്ചിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ കാടമുട്ട ഫ്രൈ. അത് നമുക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.